ഹലോ എവരിബഡി, വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. ശരിക്കും പറഞ്ഞാൽ ഈ ഇന്നത്തെ വീഡിയോ ക്ലബ് ബ്രൂഷ് നമ്മുടെ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രിവ്യൂ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ആ ഗെയിമിന് ഇപ്പം പ്രിവ്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ബേസിക്കലി? കാരണം നമ്മൾ ഓൾറെഡി ചാമ്പ്യൻസ് ലീഗിൻ്റെ ടോപ്പ് പൊസിഷനിലുള്ളതാണ്. നാളത്തെ കളി ഡ്രോ ആയാലും നമുക്ക് വലിയ പ്രശ്നമില്ല. എന്തായാലും അതിന് വലിയ പ്രഡിക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ല റൊട്ടേഷൻ എന്തായാലും കാണും. ഡെക്ലാൻ റൈസിന് റെസ്റ്റ് കൊടുക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ മെയിൻ പ്ലെയേഴ്സ് മിക്ക ആൾക്കാർക്ക് റെസ്റ്റ് കൊടുക്കാൻ സാധ്യതയുണ്ട്. 100% ഡെക്ലാൻ റൈസിന് റെസ്റ്റ് കൊടുക്കണം. ഡെക്ലാൻ റൈസിന് കൊടുത്തില്ലെങ്കിൽ, ഡെക്ലാൻ റൈസിനെ കൊണ്ടുപോവുകയാണെങ്കിൽ അർട്ടേറ്റയെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരും സീരിയസ്ലി. കാരണം അത് ഒരിക്കലും ഒരു നല്ല തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഡെക്ലാൻ റൈസിനെ ഫസ്റ്റ് 11 ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരു എമർജൻസിക്ക് എങ്ങാനും വേണമെങ്കിൽ കൊണ്ടുവരാം. ഈവൻ നാളത്തെ കളി നമ്മൾ ഒരു ഡ്രോ മതി. ജസ്റ്റ് നമ്മൾ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മൾ എന്താണ് സെക്യൂർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ടോപ്പ് 8, ടോപ്പ് 4 പൊസിഷനൊക്കെയാണ് സെക്യൂർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു കംഫർട്ടബിൾ ലീഡുണ്ട്. സോ ആ ലീഡ് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ടോപ്പ് 4, ടോപ്പ് 8 ഫിനിഷ് ചെയ്യാൻ പറ്റും. സോ നാളത്തെ ഗെയിമിൽ നല്ലൊരു റൊട്ടേഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വേറെ കുറേ കാര്യങ്ങൾ സംസാരിക്കാനാണ് എനിക്ക് താല്പര്യം, ഈ പ്രിവ്യൂവിനെക്കാട്ടിലും. നമ്പർ 1, ഞാൻ കഴിഞ്ഞ കളി നമ്മുടെ ആസ്റ്റൺ വില്ലയായിട്ടുള്ള കളി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ എന്നെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്തൊരു ഗെയിമാണ്. കാരണം കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മൾ ഈ സെയിം പാറ്റേണിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്നെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിട്ട് ഞാനിപ്പം ഒരു വർഷം ആവാൻ പോകുന്നു ഞാൻ യൂട്യൂബിൽ ഇപ്പം വീഡിയോസ് ഇട്ടിട്ട്. അപ്പം ഇതിപ്പോൾ എൻ്റെ 2ാമത്തെ സീസണാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ 2ാമത്തെ സീസണാണ്. കഴിഞ്ഞ സീസണിൻ്റെ ജേണി സബ്സ്ക്രൈബേഴ്സ്, തുടക്കം തൊട്ടുള്ള സബ്സ്ക്രൈബേഴ്സിന് അറിയാം. കഴിഞ്ഞ സീസൺ എൻ്റെ ആ ഒരു ജേണി ഇങ്ങനെ വരുന്നു, ഇങ്ങനെ പോകുന്നു. സോ അത് വിട്. അപ്പം കഴിഞ്ഞ 3 സീസണും ഇങ്ങനെ സംഭവിക്കുന്നു. അതായത് നമ്മൾ നല്ലൊരു തുടങ്ങുന്നു, മിഡിലെത്തുമ്പോൾ നമ്മൾ ഡിസംബറിലെത്തുമ്പോൾ നമ്മൾ ക്രാഷ് ലാൻഡ് ചെയ്യുന്നു. അപ്പം ഞാനിങ്ങനെ ശരിക്കും ആലോചിച്ചു, എന്താണ് പ്രശ്നം, എങ്ങനെ ഇതിനകത്തു നിന്നൊരു ഔട്ട് എന്നിങ്ങനെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചിന്തിച്ചു. പല ആർസണൽ ഫാൻസിൻ്റെ കൂട്ടി ഞാനിങ്ങനെ ചിന്തിച്ചപ്പം എനിക്കൊരു എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു സെൻസിബിൾ ഉത്തരം എനിക്ക് ആക്ച്വലി കിട്ടി. എനിക്ക് തോന്നുന്നു ഈ സീസണിൽ നമ്മൾ കാരബാओ കപ്പ് നന്നായിട്ട് ഫോക്കസ് ചെയ്യണമെന്ന് തോന്നുന്നു. എനിക്ക് കിട്ടിയൊരു ഉത്തരവാദ പെട്ടെന്നൊരു എഫിഫനി എന്നൊക്കെ പറയത്തില്ലേ, അതുപോലൊരു സാധനം, സഡൻ റിയലൈസേഷൻ ഓഫ് എ ഗ്രേറ്റ് ട്രൂത്ത്, അങ്ങനെ ഒരു സാധനം എനിക്ക് വന്ന് നമ്മൾ ഈ സീസൺ ശരിക്കും കാരബാओ കപ്പിൽ ഫോക്കസ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കപ്പ് അടിച്ചത് 2020 നമ്മുടെ FA കപ്പ് ചെൽസിക്കെതിരെയാണ്. സോ ആ ഗെയിമിൽ കളിച്ച ഒരു പ്ലെയർ പോലും, ഇപ്പം ഒരു പ്ലെയറുണ്ട് സാക്ക, റീസ് നെൽസൺ ഉണ്ട്, 1-2 പേരേ ഉള്ളൂ കപ്പ് ശരിക്കും കൈ പിടിച്ച് ഉയർത്തിയ ആൾക്കാർ. അതിൻ്റെ ഫീലും ഒക്കെ അറിഞ്ഞ ആൾക്കാർ വളരെ കുറവാണ്. അപ്പം എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്ന ഫീൽ എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന ഗ്രൂപ്പ് ഓഫ് പ്ലെയേഴ്സ് ഒന്നിച്ച് കപ്പ് ഉയർത്തിയ ആ ഒരു ഫീൽ, ആ വെയിറ്റ്, ആ ഒരു സാധനമൊന്നും അവർ ഫീൽ ചെയ്തിട്ടില്ല. സോ അങ്ങനൊരു ഫീലിംഗ് വരുമ്പം ഇതിൻ്റെ സുഖവും ഇതിൻ്റെ ആ ഒരു ഹരവും ഒക്കെ കിട്ടുമ്പോൾ വാട്ട് ഇറ്റ് മീൻസ് ടു വിൻ എ കപ്പ്, വാട്ട് ഇറ്റ് മീൻസ് ടു ദ ഫാൻസ് എന്നുള്ള ഒരു സാധനം കാണുമ്പോൾ ഐ തിങ്ക് അത് അവരെ പുഷ് ചെയ്യും ബാക്കിയുള്ള കോമ്പറ്റീഷനിൽ ഫൈറ്റ് ചെയ്യാനായിട്ട്. കാരബാओ കപ്പ് ഈസ് എ ഗ്രേറ്റ് സ്റ്റാർട്ടർ. ഇത് പലരും, ഞാൻ കാരബാओ കപ്പ് റിവ്യൂ ചെയ്യുമ്പോൾ ഞാൻ കാരബാओ കപ്പ് സീരിയസ് ആയിട്ട് എടുക്കാത്തൊരു വ്യക്തിയായിരുന്നു. അത് എൻ്റെ റിവ്യൂവിലും പ്രിവ്യൂവിലും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരുന്നു. അപ്പോഴും പലരും പറയുമായിരുന്നു ദിസ് ഈസ് എ വെരി ഗുഡ് ഈ കപ്പിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യണം, മാൻ സിറ്റി ഇതുപോലെയാണ്, അവർ ആദ്യം അടിച്ചിട്ട് പിന്നെ ഇത് യൂസ് ചെയ്ത് പോവും. അപ്പം ഞാനത് വലിയ കാര്യമാക്കിയില്ല. ഐ വിൽ ബി വെരി ഓണസ്റ്റ്. എന്തിനത് ഫോക്കസ് ചെയ്യണം, നമുക്ക് ഓക്കെ പ്രീമിയർ ലീഗ് കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്താൽ പോരെ എന്നുള്ളൊരു മൈൻഡായിരുന്നു എനിക്ക്. പക്ഷേ അതല്ല, ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ ഇന്ന് മാറ്റി പറയാൻ ആഗ്രഹിക്കുന്നു. കാരബാओ കപ്പ് നമ്മൾ അടിക്കണം. അതിന് 1-2 റീസൺസ് ഉണ്ട്. ഒന്ന്, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ ആ കപ്പ് ഉയർത്തുന്ന ഫീല് ഈ ഗ്രൂപ്പ് ഓഫ് പ്ലെയേഴ്സ് അനുഭവിക്കണം. അതിൻ്റെ ആ സുഖം എന്താണെന്ന്, അതിൻ്റെ ആ ഒരു ഹരം എന്താണെന്ന് ഈ ഗ്രൂപ്പ് ഓഫ് പ്ലെയേഴ്സ് ഒന്ന് അറിയണം. ഇത് നമ്പർ 1. നമ്പർ 2 എന്ന് പറയുന്നത്, ഈ ടീം, ആ ഒരു ക്വാർട്ടർ ഫൈനലിലുള്ള ടീം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചെൽസി ഉണ്ട്, മാൻ സിറ്റി ഉണ്ട്, ക്രിസ്റ്റൽ പാലസ് ഉണ്ട്, ന്യൂ കാസലുണ്ട്. ക്രിസ്റ്റൽ പാലസിനെയാണ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. സോ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ പോലും
ഐ തിങ്ക് നമുക്ക് കാരബോ കപ്പ് എടുക്കാൻ പറ്റും. ശരിയാണ്, മാൻ സിറ്റിയും ചെൽസിയും മോശം ടീമല്ല, അവർ മിക്കവാറും സെമി ഫൈനലിലേക്ക് വരാൻ സാധ്യതയുള്ള ടീം തന്നെയാണ്. ബട്ട് ഐ സ്റ്റിൽ തിങ്ക് നമുക്ക് ഒരു നല്ലൊരു പെർഫോമൻസ് അവിടെ പുട്ട് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ കപ്പ് എടുക്കാൻ പറ്റുന്നു. ആ കപ്പ് മാർച്ച് 15 അല്ലെങ്കിൽ 16 ഈ മിക്കവാറും കാരബോ കപ്പ് ഫൈനൽ. മാർച്ച് 16 കഴിഞ്ഞ് ആർസണലിന് 8 പ്രീമിയർ ലീഗ് ഗെയിമുണ്ട്. അപ്പം ചുരുക്കം പറഞ്ഞാൽ ലാസ്റ്റ് ഓൾമോസ്റ്റ് 10 ഗെയിം 8 പ്രീമിയർ ലീഗ് ഗെയിമുണ്ട്. ആ കപ്പ് അടിച്ച് കഴിയുമ്പം ബാക്കിയുള്ള 8 കളികൾ നമ്മൾ 1-ാം സ്ഥാനത്തോ 2-ാം സ്ഥാനത്തോ ഈവൻ 3-ാം സ്ഥാനത്തോ വലിയ പോയിൻ്റ് ഡിഫറൻസ് ഇല്ലാതെ ആ ഒരു 3 സ്ഥാനങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ, ഒരു 3 പോയിൻ്റ് 4 പോയിൻ്റ് ഡിഫറൻസിലൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കോൺഫിഡൻസ് വെച്ച് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലെയേഴ്സിനെ വെച്ച് നമുക്ക് ഈ സീസൺ നമുക്ക് സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റും. സോ എൻ്റെ അഭിപ്രായം ഞാനിവിടെ മാറ്റി പറയുകയാണ്. ഐ റിയലി വാണ്ട് ഈ ഗ്രൂപ്പ് ഓഫ് പ്ലെയേഴ്സ് ഒരു കപ്പ് ഉയർത്താൻ. അത് കാരബോ കപ്പ് ഒരു റിയലിസ്റ്റിക് സാധനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. സോ ഐ തിങ്ക് ഇതാണ് മിസ്സിങ്. ഇതാണ് ഈ ഗ്രൂപ്പ് ഓഫ് പ്ലെയറിന് മിസ്സിങ്. ഈ ആൾക്കാർ ഒരു കപ്പ് ഉയർത്തിയ ഫീലിംഗ് ഇവർ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ആസ് എ ഗ്രൂപ്പ് ഇവർ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, അവർ ഒരിക്കലും എന്താണ് പറയുന്നത്, ആ ഒരു ചാമ്പ്യൻസ് മെൻറ്റാലിറ്റി ഇല്ലാതെ കഴിഞ്ഞ കളി കളിച്ചതിൻ്റെ കൂട്ട് കളിക്കത്തില്ല. അവർ കുറച്ചുകൂടെ എഫേർട്ട് ഇടും, ഷുവർ. സോ ഐ തിങ്ക് ദിസ് ഈസ് വാട്ട് ഈസ് മിസ്സിങ്. ഈ മിസ്സിങ് ഇത് വെച്ച് പരിഹരിക്കാൻ പറ്റും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ കാരബോ കപ്പ് ഈ പ്രാവശ്യം ശരിക്കും ഞാൻ ഫോക്കസ് ചെയ്യും. ശരിക്കും എനിക്ക് വേണ്ടി ആസ് എ ഫാൻ എനിക്ക് വേണ്ടി ഒരു സാധനം എൻ്റെ ലോജിക്കൽ റീസൺ ഇതാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം സംസാരിക്കാനാണെങ്കിൽ, ഒരു സോഫ്റ്റ് ടിഷ്യൂ തെറാപ്പിസ്റ്റ് മാനുവൽ മാർസെലോ റിബേറോ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ് ടിഷ്യൂ തെറാപ്പിസ്റ്റ്, ആർസണലിൻ്റെ സോഫ്റ്റ് ടിഷ്യൂ തെറാപ്പിസ്റ്റിനെ ഈ ന്യൂസ് എത്രത്തോളം കറക്റ്റാണെന്ന് അറിയത്തില്ല, ബട്ട് ട്വിറ്ററിലൊക്കെ വന്ന ന്യൂസാണ്. ഓക്കെ, അപ്പം കുറേ ക്രിയേറ്റേഴ്സ് ഇതിന് റിയാക്ട് ചെയ്യുന്നുണ്ട്. ഈ പുള്ളി സോഫ്റ്റ് ടിഷ്യൂ തെറാപ്പിസ്റ്റാണ്, നമ്മുടെ എന്ന് വെച്ചാൽ മെഡിക്കൽ ടീമിൻ്റെ ഭാഗമാണ്. അപ്പം ഈ പുള്ളി ക്ലബ്ബ് വിട്ടു പോയി എന്നാണ് ഇപ്പോൾ പുതുതായിട്ട് കിട്ടുന്ന ന്യൂസ്. 15 വർഷമായിട്ട് ചെൽസിക്ക് വേണ്ടി സെർവ് ചെയ്ത വ്യക്തിയാണ്. ജൂലൈ 2024 നമ്മൾ നമ്മുടെ ക്ലബ്ബിൽ ജോയിൻ ചെയ്യുന്നു. ക്ലബ്ബ് വിട്ടുപോയി എന്നറിയുന്നു. അപ്പം ഇത് നമ്മുടെ ഇഞ്ചുറീസുമായിട്ട് എത്ര കണക്റ്റഡ് ആണ് എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ബട്ട് എന്തായാലും ഇത് ഇത്രയും പബ്ലിക്കായ സ്ഥിതിക്ക്, അപ്പോൾ ഇതിനൊരു ന്യൂസിൽ ഇടം കണ്ടെത്തിയെങ്കിൽ ദാറ്റ് മീൻസ് എന്തോ ഒരു കണക്ഷൻ ഇല്ലേ ഉണ്ടെന്നൊരു ഫീല്. സോ ഇങ്ങനെ ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി സ്വയമേ ഇറങ്ങിപ്പോയതാണ്. ഓക്കെ, പുള്ളിയുടെ വേറെ ബിസിനസ് വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സ്വയമേ പോയതുപോലെയൊക്കെയാണ് ഇതിനകത്ത് സ്ക്രിപ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ബട്ട് ഐ എം നോട്ട് ഷുവർ അത് എത്രത്തോളം സത്യമാണ് എന്താണ് എന്നുള്ള കാര്യത്തിൽ, എത്രത്തോളം നമ്മുടെ റീസെൻറ്റ് ഇഞ്ചുറീസുമായിട്ട് റിക്കവറീസുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് നമുക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ. ബട്ട് സ്റ്റിൽ ഐ തിങ്ക് ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യത്തിൽ ചെറിയ റിഫോർമേഷൻസ് തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് നമുക്ക് ഇതിനെ കാണാം. ശരിക്കും ഇതിനെ അങ്ങനെ തന്നെ നമ്മൾ കാണണം. സോ ദാറ്റ്സ് എ വെരി ഗുഡ് ന്യൂസ്. കാരണം നമ്മുടെ ഇഞ്ചുറി സഹിക്കാൻ പറ്റാത്ത ഇഞ്ചുറിയാണ്. അറിയാമല്ലോ, ഗ്യാബ്രിയേൽ, മൊസ്കേറ, നമ്മുടെ സലീബ, കൈ ഹാവേർട്സ്, ഹേസൂസ്, ഇങ്ങനെ നീണ്ട ഒരു ലിസ്റ്റാണ്. സോ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ലാത്ത ഒരു കാര്യം തന്നെയാണ്. ഞാൻ ലൈവ് പോകുമ്പോൾ മിക്കപ്പോഴും ഈ ഒരു കമൻറ്റ് വരാറുണ്ട്, മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് പിരിച്ചുവിടുന്നത്. ബട്ട് മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല, ഇതിനകത്ത് കുറേ ഫാക്ടേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. അതും നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ തോന്നിയത്. ഇതൊരു പ്രിവ്യൂ വീഡിയോ ആയിട്ട് കാണണ്ട. നമ്മളെന്തായാലും മിനിമം ഒരു ഡ്രോ എടുക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു 1-1 ഡ്രോ എവേ അല്ലേ. സോ ഒരു 1-1 ഡ്രോ ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഈവൻ 0-0 ഡ്രോ ആയാലും നമ്മൾ വലിയ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നാളത്തെ കളി ഞാൻ വാച്ച് അലോങ് പോകുന്നില്ല. ഇനി പ്രീമിയർ ലീഗ് നമ്മുടെ കളിയിൽ ഞാൻ വാച്ച് അലോങ് പോകുന്നുള്ളൂ. അപ്പം ശരി ഗൈസ്, ടേക്ക് കെയർ.